മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായിട്ടുള്ള അജണ്ട നടപ്പാക്കാൻ ഏതെങ്കിലും ADGPയെ പോലീസ് ആസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചെന്ന് കരുതി അത്തരം സമാന്തര അധികാര കേന്ദ്രത്തെ അനുസരിക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ പോലീസ് സേനയ്ക്കില്ല. ഈ പോലീസിന് നിലവിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ആരുടെ പിൻബലത്തിലായാലും അത് പോലീസിന്റെ പ്രവർത്തനങ്ങളെയാണ് താറുമാറാക്കുന്നത്. ഈ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ പോലും അത് പ്രകടമായി കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ പോറ്റി പൊന്നാട അണിയിച്ച് ആദരിച്ച ADGPയെ തന്നെ രാഷ്ട്രപതിയുടെ സുരക്ഷക്കായിട്ട് ശബരിമലയിൽ നിയോഗിച്ചത് അയ്യപ്പനെ മാത്രമല്ല രാഷ്ട്രപതിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും തിരുത്തൽ നിലപാട് സ്വീകരിക്കേണ്ടത് സംസ്ഥാന പോലീസ് ചീഫാണ്. വല്ലാതെ അങ്ങ് പാവമായി കഴിഞ്ഞാൽ കീഴുദ്യോഗസ്ഥർക്കിടയിൽ ഉള്ള വിലയും പോകുമെന്നത് അദ്ദേഹവും എന്തായാലും തിരിച്ചറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും താല്പര്യമില്ലാത്ത ADGPക്ക് നിലവിലെ സിസ്റ്റം മറികടന്ന് പരിഗണന നൽകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും സംസ്ഥാന പോലീസ് ചീഫ് കാണിക്കണമായിരുന്നു. ആനയെ പേടിച്ചാൽ പോരെ, ആന പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമൊന്നും സംസ്ഥാന പോലീസ് ചീഫിനില്ലല്ലോ.